പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം കാണാനുള്ള വേറൊരു ഫോർമുല പഠിക്കാം. അത് ഏതാണെന്ന് നോക്കാം. S is equal to n by 2 into 2f plus n minus 1 into d. അതാണ് ഫോർമുല. അതായത് എസ് സം n by 2, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, n by 2 into 2f plus n minus 1 into d. എഫും ഡിയും നിങ്ങൾക്കറിയാം. എഫ് ഫസ്റ്റ് ടേം ആണ്, ഡി കോമൺ ഡിഫറൻസ് ആണ്. അപ്പം ഒന്ന് പറയാം, Sn is equal to n by 2 into 2f plus n minus 1 into d. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് 3, 8, 13, 3, 8, 13 എക്സെട്ര. ഈ സീരീസിലെ ആദ്യത്തെ 32 പദങ്ങളുടെ തുക കാണുക, അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 32 ടേംസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ 3, 8, 13 എത്രയാണ് ഇവിടെ ഡിഫറൻസ്? 3-ൽ നിന്ന് 8, 8-ൽ നിന്ന് 13, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 8 - 3 5 ആണ് അല്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങൾ വേണം ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ? എൻ വേണം. എൻ ഇവിടെ ഉണ്ട്, എത്രയാണ്? 32. എഫ് വേണം, ഫസ്റ്റ് ടേം എത്രയാണ്? 3 ആണ്. ഡി എത്രയാണ്? ഡി നമ്മൾ കണ്ടുപിടിക്കണം, 8 - 3 5. അപ്പം നമുക്കതെല്ലാം ഒന്ന് എടുത്തെഴുതാം. എൻ ഇസ് ഈക്വൽ ടു 32, എഫ് ഫസ്റ്റ് ടേം ആണ് 3, കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 8 - 3 5. ഇതൊക്കെ നേരത്തെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ മതി ഈ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 32 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ S32 എന്ന് എഴുതും. S32 ഈസ് ഈക്വൽ ടു n എത്രയാണ്? 32. അപ്പോൾ 32/2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതും, കാരണം ഇവിടെ അകത്ത് ഒരു ബ്രാക്കറ്റ് കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്ക്വയർ 32/2 ഇൻറ്റു 2f. 2f എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എഫ് ആണ്. എഫ് എത്രയാണ്? 3 ആണ്. അപ്പം 2 ഇൻറ്റു 3 പ്ലസ് ബ്രാക്കറ്റിൽ n - 1. ബ്രാക്കറ്റിൽ n - 1, n എത്രയാണ്? 32. 32 - 1 ഇൻറ്റു ഡി 5 ആണ് അല്ലേ? അപ്പം ഇനി ഇത് ചെയ്യുക. 32/2 വേണം ഇവിടുന്ന് എഴുതാം 16. 32/2 ഇൻറ്റു 2 ഇൻറ്റു 3 എത്രയാണ്? 6 പ്ലസ് 32 - 1 31 ഇൻറ്റു 5. അപ്പം ഇത് ഗുണിച്ചതിന് ശേഷമേ ഈ 6 കൂട്ടാവുള്ളൂ. അപ്പം 32/2 16 എന്ന് എഴുതിക്കും. 16 ഇൻറ്റു 6 പ്ലസ് 31 ഇൻറ്റു 5 155. അപ്പം 16 ഇൻറ്റു 6 പ്ലസ് 155 എത്രയാണ്? 161. 16 ഇൻറ്റു 161. ആൻസർ 2507. ഒന്നുകൂടെ നോക്കൂ, നമ്മുടെ ഫോർമുലയാണ് Sn is equal to n by 2 into 2f plus n minus 1 into d. അപ്പം ഇതിനകത്ത് n by 2 into 2f plus n minus 1 into d എന്നാണ്. അതിന് 3 ടേംസ് ഉണ്ട്, n ഉണ്ട്, എഫ് ഉണ്ട്, ഡി ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. 3 നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. 3, 8, 13 എന്നാണ് നമ്മുടെ സീരീസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എഫ് 3 ആണ്. എത്ര പദങ്ങളുടെ തുകയാണ്? 32 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം n 32 ആണ്. കോമൺ ഡിഫറൻസ് നമ്മൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമോ അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈമോ ഏതെങ്കിലും കുറച്ചെടുക്കുക, അവിടെ 5 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ആ വിലകളെല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നു. 32/2 ഇൻറ്റു
2 ഇൻറ്റു എഫ് എന്നാണ്, 2 ഇൻറ്റു 3 പ്ലസ് ബ്രാക്കറ്റിൽ n മൈനസ് 1, n 32 ആണ്, n 32 മൈനസ് 1 ഇൻറ്റു d 5. അപ്പം ഇതിവിടുന്ന് എഴുതാൻ ഞാൻ ഒന്നുകൂടെ എഴുതി 32/2 ഇൻറ്റു 6, 2 ഇൻറ്റു 3 6 പ്ലസ് 32 മൈനസ് 1 31 ഇൻറ്റു 5. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ 16 ഇൻറ്റു 6 പ്ലസ് 155 155 16 ഇൻറ്റു 161 ആൻസർ 2500. ഓക്കെ, അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, അരിത്തമെറ്റിക് സീക്വൻസ് 6 10 14 6 10 14. ആദ്യത്തെ 42 പദങ്ങളുടെ തുക കാണുക, അതായത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 42 ടേംസ്. നമുക്കിവിടെ നോക്കാം. സീരീസ് 6 10 14. നമ്മുടെ ഫോർമുല എന്താണ്? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പം എഫ് ഓരോന്നും എടുത്തെഴുതാം. n എത്രയാണ് ഇവിടെ? n ഈസ് ഈക്വൽ ടു 42. പദങ്ങളുടെ എണ്ണം, എത്ര പദങ്ങളുടെ എണ്ണമാണ്? 42 പദങ്ങളാണ്. പിന്നെ വേണ്ട എന്താണ്? എഫ് ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം എത്ര ഇവിടെ? 6. പിന്നെ വേണ്ടത് ഡി ആണ്, കോമൺ ഡിഫറൻസ് എത്രയാണ്? 10ൽ നിന്ന് 6 കുറയ്ക്കണം. 10 നിന്ന് 6 പോയാൽ എത്രയാണ്? 4. അപ്പം 3 ഐറ്റം കിട്ടി അല്ലേ? എൻ എഫ് ഡി. ഇനി നമ്മൾ ജസ്റ്റ് ആ ഫോമുലയ്ക്കകത്ത് വില ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം n/2 എന്നുള്ളടത്ത് 42/2 ഇൻറ്റു എന്താണ്? 2f. 2 ഇൻറ്റു എഫ് എത്രയാണ്? 6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. n മൈനസ് 1 ബ്രാക്കറ്റിലാണ്. 42 മൈനസ് 1 ഇൻറ്റു ഡി 4 അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ വില ഇടും. 42/2 എത്രയാണ്? 21. 21 ഇൻറ്റു 2 ഇൻറ്റു 6 12. 12 അധികം 42ൽ നിന്നൊന്ന് പോയാൽ 41 ഇൻറ്റു 4 അല്ലേ? അപ്പം 21 ഇൻറ്റു 12 അധികം 41 ഇൻറ്റു 4 164. ഇനിയും ഇത് തമ്മിൽ കൂട്ടുക. 21 ഇൻറ്റു 12 164 176. എത്രയാണെന്ന് വെച്ചാൽ കുടിച്ചെഴുതാം. 21 ഇൻറ്റു 176. ആൻസർ 3696.